തോൽക്കുന്നേ തുമ്പിൽ മന്ത്രം മന്ദം ചൊല്ലിപ്പൂക്കുന്നീണത്തിൽ ഗുഡ് മോർണിംഗ്. എന്തൊരു ബഹളാണത്? ഇങ്ങനെയാണ് ക്ലാസ്സിൽ ബിഹേവ് ചെയ്യുന്നേ? ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ഹോംവർക്ക് ചെയ്തോ? എല്ലാവരും കിട്ടിയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? കിഷൻ എന്താണ് ശ്രദ്ധിക്കാതിരിക്കുന്നത്? ടീച്ചർ പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. Okay, close your books. Keep it in your bag. നാളെ എല്ലാവരും ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് വരണം കേട്ടോ. എടാ, അതിനെക്കാട്ടി പവറുള്ള സാധനം കിട്ടിണ്ട്. ഇനി നമുക്ക് ഇത് അടിക്കാം. അല്ലെങ്കിൽ ഇവിടുത്തെ കഴിഞ്ഞിക്കാണ്. എന്താടാ ഉണ്ണി കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോണേ? അയ്യോ, ഞാൻ കണ്ടില്ലേട്ടാ. അവനാരടാ? എന്റെ നാട്ടിലത്തെ ഒരു പയ്യനാ. എടാ, നീ പോവാണോ? ആട്ടാ, ഞാൻ പോണു. എനിക്ക് ചെറിയ തലവേനയാ. എടാ, നീ ഇങ്ങോട്ട് വേടാ, നിന്റെ തലവേന ഇപ്പൊ മാറ്റി തരാം. ഇത് രണ്ടെണ്ണം അടിച്ച അയ്യോ, ഇത് രണ്ടെണ്ണം അടിച്ചതിന്റെ തലവേദന പമ്പ കിടക്കും. അയ്യോ, എനിക്ക് വേണ്ടേട്ടാ, ഞാൻ പോണു. ഇതൊക്കെ തെറ്റല്ലേ? തെറ്റോ? യാ, ആരാടാ പറഞ്ഞേ ഇതൊക്കെ തെറ്റാണെന്ന്? അയ്യോ, തല്ലേട്ടാ. ഇത് തല്ലേ ഞാൻ സ്കൂളിൽ പറഞ്ഞു കൊടുക്കും. അന്ന് ഇത് കൂടി ചേർത്ത് പറഞ്ഞു കൊടുക്കും. അയ്യോ, അടിക്കടാവനെ. ചവിട്ടില്ലേ? അയ്യോ, ചവിട്ടില്ലേട്ടാ. അയ്യോ, ചവിട്ടില്ലേട്ടാ. അയ്യോ, ചവിട്ടില്ലേ? ചവിട്ടില്ലേ? മതി മതി, ചവിട്ടില്ലേട്ടാ. മതിയറ ഇന്തല്ലാവൻ ചത്തവും വേണ്ട നിർത്തറ. ഇവിടെ പല പരിപാടികളും. നമ്മുടെ കിഷനല്ലേ അത്? ഇതൊക്കെ നീ പുറത്തു പോയി പറഞ്ഞാൽ കൊന്നുകളെ. പറഞ്ഞില്ലാന്ന് വേണ്ട. ദേഷ്യം തീരുന്നില്ലല്ലോ, ഇതും കൂടി പിടിച്ചോ. അയ്യോ, ടേബിളിൽ ചായയും സ്നാക്സും വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിക്കേ. ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. ക്ലബിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ചായയൊന്നും വേണ്ടമ്മേ, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. ഓ, കാര്യമൊക്കെ വന്നിട്ട് സംസാരിക്കാം. അമ്മക്ക് ഇപ്പൊ തന്നെ ലേറ്റ് ആയി. നീ ഒന്ന് പോയ അവിടുന്ന്. അമ്മ, ഞാൻ പറയട്ടെ, ഒന്ന് നിക്കുവോ? ഓ ഷോ, ഇപ്പൊ തന്നെ വീണ. നീ ചെക്കനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ബാഗ് ഇവിടെ ഇട്ട് വെക്കല്ലേ എന്ന്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛാ, ഞാൻ പറയുന്നത് അമ്മയും കേട്ടില്ല. അച്ഛനെങ്കിലും ഒന്ന് കേൾക്കുവോ? ടൂറിന്റെ കാശിന്റെ കാര്യല്ലേ? നീ വാങ്ങിച്ച മാർക്കിന് കാശൂല, ഒന്നുമില്ല. മര്യാദയ്ക്ക് അവിടെ ഇരിക്കും. അതൊന്നുമല്ല അച്ഛാ, എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്.
നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ മനുഷ്യന്റെ കയ്യിൽ അര വാങ്ങാൻ പോലും കാശില്ല. അപ്പോഴാ അവൻ്റെ ഒരു കാര്യം. എനിക്കറിയാം അമ്മ ഈ കത്ത് വായിക്കുമ്പോൾ കരയുകയായിരിക്കും. അമ്മ കരയരുത്. എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനെയും ഇഷ്ടമാണ്. പക്ഷേ എനിക്കിവിടെ പേടിയാവുന്നു. എന്നെ ആർക്കും ഇഷ്ടമല്ല. അച്ഛനും അമ്മയ്ക്കും എൻ്റെ കൂട്ടുകാർക്കും ഒന്നും ഇഷ്ടമല്ല. ആ ചേട്ടന്മാരെന്നെ കൊല്ലുമോ എന്ന് എനിക്ക് പേടിയാവുന്നു. ക്ലാസ്സിലും എല്ലാവരും എന്നെ കളിയാക്കുന്നു. ഞാൻ മരിച്ചാൽ പിന്നെ ഈ പേടിയൊന്നും വേണ്ടല്ലോ. കരയില്ലേ അമ്മേ? ഹലോ ഹലോ കിഷൻ. ടീച്ചറെ, മോൻ എന്തായിരുന്നു ഇന്ന് വിഷമം? ടീച്ചർ രാവിലെ തൊട്ട് മോനെ ശ്രദ്ധിക്കുക. എന്തോ ഒരു സങ്കടം പോലെ ഉണ്ടല്ലോ. ടീച്ചറെ, അത് പിന്നെ അയ്യോ കിഷൻ, മോൻ എന്തിനാ ഇങ്ങനെ കരയുന്നേ? മോന്റെ കൂടെ ടീച്ചർ ഉണ്ടല്ലോ. എന്ത് വിഷമുണ്ടെങ്കിലും ടീച്ചറോട് പറയാട്ടോ. നിങ്ങൾ എല്ലാവരും ടീച്ചറുടെ മക്കൾ തന്നെയാണ്. മോന്റെ അമ്മയോട് പറയുന്ന പോലെ തന്നെ ടീച്ചറോട് പറയാലോ. ടീച്ചർ, അത് പിന്നെ എന്നെ ആർക്കും ഇഷ്ടമല്ല. ആരാ മോനോട് അത് പറഞ്ഞേ? ടീച്ചർക്ക് മോനെ ഒരുപാട് ഇഷ്ടമാണല്ലോ. ടീച്ചർക്ക് മാത്രല്ല, മോന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടാ. മോനെ നല്ല സ്കൂൾ പഠിപ്പിക്കുന്നില്ലേ? മോന് വേണ്ടതെല്ലാം വാങ്ങി തരുന്നില്ലേ? മോനെ പാർക്കിലും കൊണ്ടുപോകും, ശരിയല്ലേ? അതൊക്കെ ശരിയാ ടീച്ചർ. പക്ഷെ ഇന്നെന്നെ കുറെ ഏട്ടന്മാർ അടിച്ചു. അടിച്ചോ? ആരാ അടിച്ചേ? എന്തിനാ അടിച്ചേ? ടീച്ചർ, അത് ആരോടെങ്കിലും പറഞ്ഞാൽ അവരെന്നെ കൊന്നുകളയുമെന്നാ പറഞ്ഞത്. കൊല്ലാനോ? മോൻ എന്തൊക്കെയാ പറയുന്നേ? ഈ നാട്ടിലെ നിയമവും പോലീസും ഒക്കെ ഉള്ളതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അല്ല ടീച്ചർ, എനിക്ക് പറയാൻ പേടിയാ. അവരെന്നെ കൊല്ലും. ഈ ചെക്കൻ ഇത് ഡോറും തുറന്നിട്ടിട്ട് എവിടെ പോയി കിടക്കുക? കിഷാ, മോനെ കിഷൻ, നീ ഇത് എവിടെയാ? ഇതെന്താ? എനിക്കറിയാം അമ്മ ഈ കത്ത് വായിക്കുമ്പോൾ കരയുകയായിരിക്കും. അമ്മ കരയരുത്. എനിക്ക് അമ്മയെ എന്തൊക്കെ പോലെ കിഷോ നീ എഴുതി വെച്ചിരിക്കും. ഒരു പക്ഷെ അവന് പറയാനുള്ളത് ഞാനൊന്ന് കേട്ടിരുന്നെങ്കിൽ എന്നെ നിങ്ങൾ നമ്മളെ പോയി. നീ കരയല്ലേ, കാര്യം പറയും. എന്താ സംഭവിച്ചെന്താ? പോയി. എവിടെ പോയിന്നാ പറയണേ? ഇത് നോക്ക്. എന്താ ഇത്? ഇതെന്താ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നവൻ? എന്തായിരുന്നു പ്രശ്നം അവന്റെ? ഓക്കെ നീ വിഷമിക്കണ്ട. നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോവാം. നീ വന്നേ. സാറേ ഞങ്ങളെ മോനെ കാണാനില്ല. ഞങ്ങള് പുറത്തു പോകുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നാ, പക്ഷെ വരുമ്പോഴത്തേക്കും മോനെ കാണാനില്ല സാറേ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ? സമാധാനത്തോടെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇരിക്കൂ, കരയണ്ട. അല്ല സാറേ ഞങ്ങളുടെ മോനെ കാണാനില്ല, അതാ പ്രശ്നം. ഞാൻ പറയാം, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നിങ്ങൾ ഇരിക്കൂ, സമാധാനത്തോടെ കാര്യം പറയൂ. ഇത് കണ്ടിട്ട് ഒരു ചെറിയ കുട്ടി എഴുതിയ പോലെ ഉണ്ടല്ലോ. എന്താ നിങ്ങളുടെ മോന്റെ പേര്? അവൻ എത്ര വയസ്സായി? സാർ അവന്റെ പേര് കിഷൻ എന്നാണ്. അവന് 12 വയസ്സായി. ഇപ്പൊ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാർ ഇതാണ് അവന്റെ ഫോട്ടോ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഇതുപോലെ ഒരുപാട് കേസുകൾ ഓരോ ദിവസം ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കിഷൻ,
നിങ്ങൾ അന്വേഷിച്ചു വന്ന നിങ്ങളുടെ മകൻ ഇവിടെ തന്നെയുണ്ട്. അവനെ ഇവിടെ എത്തിച്ചത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾ അവനെ മറന്നു. ഇന്ന് ഇവിടെ ഓടിയെത്താൻ കാണിച്ച ഈ മനസ്സ് അവനെ കേൾക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നു. ആത്മഹത്യക്ക് ശ്രമിച്ച നിങ്ങളുടെ മകൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്താ കിഷൻ, എന്തൊക്കെ പൊട്ടത്തരം മോനെ കാണിക്കുന്നത്? എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാൻ മോന്റെ അച്ഛനും അമ്മയും ടീച്ചറും ഒക്കെ അല്ലേ ഇവിടെ? ടീച്ചർ 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 അതുവരെ എനിക്ക് പേടിയായി ടീച്ചർ, പേടിയായി ടീച്ചർ. വാ മോനെ, സാരമില്ല, വാ മോൻ വന്നിവിടെ ഇരിക്കും. എന്താ മോനെ, എന്താ പറ്റിയത്? ടീച്ചറോട് പറ. ഓ, ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? മോന്റെ അച്ഛനമ്മ എവിടെ? ഇത്ര നേരമായിട്ട് അവരൊന്നും കണ്ടില്ലല്ലോ. ടീച്ചർ, ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോ തന്നെ അവരോട് പറയാൻ പോയതാ. പക്ഷെ അവർ കേൾക്കാതെ അമ്മ ക്ലബിലേക്കും അച്ഛൻ എങ്ങോട്ടോ പോയി. മോൻ പേടിക്കണ്ട, ടീച്ചറുടെ കൂടെ വാ. ടീച്ചറും കിഷനും ഒന്ന് ഇങ്ങോട്ട് വരൂ. ഈ ടീച്ചർ എത്താൻ ഒരല്പം വൈകിയിരുന്നെങ്കിൽ നിങ്ങളുടെ മകനെ ജീവനോടെ കാണാൻ സാധിക്കില്ലായിരുന്നു. മോനെ, മോനെ കിഷ, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയേ മോനെ? ഇനി എനിക്ക് പറയാനുള്ളത് കിഷന്റെ അച്ഛനോടും അമ്മയോടും മാത്രമല്ല, ഈ സമൂഹത്തോടും കൂടിയാണ്. നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ മക്കൾ തന്നെയാണ്. അവർക്ക് വേണ്ടി എന്ന പേരിൽ നാം ചെയ്യുന്ന ഓരോ കാര്യവും അർത്ഥമുള്ളതാവണമെങ്കിൽ അവരെ നാം മനസ്സിലാക്കുക തന്നെ വേണം. ഒരു വാക്ക്, ഒരു തലോടൽ, ഒരു സാമീപ്യം, അത്രയും മതി അവർക്ക്. അവരെ ഒന്ന് കാണാൻ ഒന്ന് കണ്ണു തുറക്കുക, കേൾക്കാൻ കാതും. നമ്മുടെ മക്കളെ നഷ്ടപ്പെടുത്താതെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. കിഷൻ, എനിക്ക് ഇനി പറയാനുള്ളത് നിന്നോടാണ്. നീ ആരെയും ഭയക്കേണ്ടതില്ല. ഇത് നിന്റെയും കൂടി ലോകമാണ്. നിന്നെ സ്നേഹിക്കാൻ, നിന്നെ കേൾക്കാൻ, മനസ്സിലാക്കാൻ ഒരുപാട് പേരുണ്ട്. നീ ഒറ്റയ്ക്കല്ല. പേടി അതൊന്നിനും ഒരു പരിഹാരമല്ല. മനോധൈര്യം അതൊന്നു മാത്രം മതി ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ. നിനക്കൊപ്പം എല്ലാവരുമുണ്ട്. സ്നേഹത്തണലായി മാതാപിതാക്കളും, സൗഹൃദത്തിന്റെ കരുത്തായി കൂട്ടുകാരും, വഴികാട്ടികളായി അധ്യാപകരും, ഒപ്പം നിയമത്തിന്റെ സുരക്ഷാ കവചമൊരുക്കി നിയമപാലകരായ ഞങ്ങളും നിനക്കൊപ്പമുണ്ട്. ധൈര്യമായിരിക്കൂ. നിനക്ക് നേടാൻ ഒരുപാടുണ്ട്. ഇത് കിഷനോട് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരോടും കൂടിയാണ്. യഥാർത്ഥത്തിൽ ഈ ടീച്ചറെ പോലെയുള്ളവരാണ് സമൂഹത്തിന് മാതൃകയാകേണ്ടത്. ടീച്ചറും നിങ്ങളുടെ മകനും കൂടെ ഇല്ലാതാക്കിയത് ഒരു വൻ ലഹരി മാഫിയയാണ്. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ പ്രയാണത്തിലേക്ക് സ്വാഗതം. കേരളത്തിനാകെ അഭിമാനമായി ഒരു 12 വയസ്സുകാരൻ. ലഹരി മാഫിയെ നിയമത്തിന് മുന്നിലെത്തിച്ച് കേരളത്തിന് അഭിമാനമായി തിളങ്ങുന്ന കിഷനും അധ്യാപിക സുനിത ശശനുമാണ് ഇന്നത്തെ താരങ്ങൾ. വിദ്യാർത്ഥിയുടെ ആത്മധൈര്യവും അധ്യാപികയുടെ പിന്തുണയും ഒരുമിച്ചപ്പോൾ ബലിയിലായത് ഒരു വൻ ലഹരി സംഘമാണ്. പാലക്കാട് സെന്റ് മേരീസ് വിദ്യാലയത്തിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ കിഷനും അധ്യാപിക സുനിത ശശനുമാണ് ഈ നേട്ടത്തിന് മുന്നിൽ. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കിഷനെ ലഹരിക്കടിപ്പെട്ട ഒരു സംഘം വിദ്യാർത്ഥികൾ നിർബന്ധിച്ച് ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. സംഭവം അധ്യാപികയെ അറിയിക്കുകയും ഇരുവരും പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചതിനെ തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് വൻ സംഘം നിയമപാലകരുടെ പിടിയിലായത്. അധ്യാപികയും വിദ്യാർത്ഥിയും ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും. ഇരുവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാവിധ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും ഏർപ്പെടണമെന്നും സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നതെന്നും വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി. ഇന്നത്തെ ന്യൂസ് പേപ്പർ നിങ്ങളെല്ലാവരും വായിച്ചോ? നിങ്ങൾക്കിടയിലെ ഒരു മിടുക്കനാണ് ഇന്നത്തെ താരം. അത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾ മനസ്സിലാക്കാതെ പോയ മിടുക്കൻ നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ് കിഷൻ. നമുക്ക് ഒരു കയ്യോടുകൂടി അവനെ വരവേൽക്കാം. ഇത് കിഷന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, നിങ്ങൾ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ലഹരി എന്ന നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ. അതിന് നമുക്ക് ഒന്നിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ. നമുക്കൊരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കാം. ലഹരി വിമുക്ത നാട് എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അതിനെ കുട്ടികൾ മാത്രമല്ല, നാം ഓരോരുത്തരും അതിൽ പങ്കാളികളാവും.
അതുകൊണ്ട് ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നമുക്ക് ഏവർക്കും ഒരുമിച്ച് ചൊല്ലാം. നമ്മുടെ സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതുമൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഭാവി പൗരന്മാരെ നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാവുന്ന അപകട സാധ്യതകൾ ഞാൻ തികഞ്ഞ ഗൗരവത്തോടെ തിരിച്ചറിയുന്നു. നമ്മുടെ ബുദ്ധിയും ആരോഗ്യവും സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാതാക്കുന്ന ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നത് ഒരു സാമൂഹ്യ കടമയായി ഞാൻ കാണുന്നു. നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെടാതെ സംരക്ഷിക്കുമെന്നും നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതായി മനസ്സിലാക്കിയാൽ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും ഉറപ്പു നൽകുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ഞാൻ എന്റെ നാടിനോടുള്ള കടമ നിറവേറ്റുമെന്നും എന്റെ എല്ലാ കഴിവുകളും അതിനായി വിനിയോഗിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. Excellent act.